ഏവർക്കും സ്നേഹവന്ദനം. ഓരോ വ്യക്തികളും അവരെ പൂർണ്ണരായി തീരാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ വിധത്തിലും നല്ല ജീവിത നിലവാരത്തിൽ ജീവിക്കാൻ കൊതിക്കുന്ന ആളുകൾക്ക് ശാരീരിക വൈകല്യങ്ങളുണ്ടെങ്കിൽ പോലും മാനസികമായിട്ടുള്ള ക്ഷേമം അവർ ഉറപ്പുവരുത്തുകയാണെങ്കിൽ അവരുടെ ശരീരവും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുമെന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള ചില മെത്തേഡുകളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഡി അഡിക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്ന നിരവധി ആളുകളും പലപ്പോഴും പറയാറുള്ളത് ഉറക്കം തീരെയില്ല, മദ്യപിക്കുന്നുണ്ട്. എന്തിനാണ് മദ്യപിക്കുന്നത് ചോദിച്ചാൽ നല്ല പങ്ക് ആളുകളും പറയുന്നത് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉറക്കം കിട്ടുകയില്ല. ചെറുപ്രായത്തിൽ തന്നെ മദ്യപാനം ആരംഭിച്ച പലർക്കും ഉറക്കം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. പല ആളുകളും ഉറക്ക ഗുളിക ഉപയോഗിച്ചാണ് ഉറങ്ങാറുള്ളതെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ദയവുണ്ടായിട്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സ്നേഹിതരുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടും അതൊന്ന് പങ്കുവെക്കുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ബെൽ ബട്ടൺ അമർത്തിയാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നിരന്തരം കിട്ടുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ പോസിറ്റീവ് കമൻസുകൾ എഴുതുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനമായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ മാനസിക ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടി ആദ്യമായി വേണ്ടുന്നത് നല്ല ഉറക്കമാണ്, നല്ല വിശ്രമമാണ്. പല ആളുകളും കഠിനാധ്വാനികളാണ്, കഠിനാധ്വാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ വിശ്രമിക്കാനുള്ള സാഹചര്യം കൂടെ നമ്മൾ മറന്നു പോകരുത്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ച ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് രാത്രിയും പകലുമൊക്കെ വേർതിരിച്ച് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രാത്രി നമുക്ക് വിശ്രമിക്കാനായിട്ടുള്ളതാണ്. മനുഷ്യൻ്റെ ശാരീരിക ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മികച്ചതായിട്ടുള്ള ഉറക്കം എന്നുള്ളത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് പോഷക ആഹാരങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഈ പോഷകാഹാരത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ സപ്ലിമെൻറ്റുകളൊക്കെ ലഭ്യമായിട്ടുള്ള കാലഘട്ടമാണ്. ഒമേഗ 3 പോലുള്ള വിറ്റാമിൻ ബി കോംപ്ലക്സ് പോലുള്ള ഒരുപാട് സപ്ലിമെൻറ്റുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. സാധ്യമാണെങ്കിൽ അവയെല്ലാം നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല പരിപോഷണം കിട്ടുവാൻ കൊണ്ടിടയായിത്തീരും. കൂടാതെ മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്കും അത് കാരണമായിത്തീരും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കൽ എന്നുള്ളത്. അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളാകും, ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ, മക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധങ്ങൾ, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളൊക്കെ തന്നെ അവരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു മാനസികമായിട്ടുള്ള ക്ഷേമത്തിന് കാരണമായി തീരും. പലപ്പോഴും നല്ല ബന്ധങ്ങൾ ഇല്ലാതെ പോകുന്നതാണ് പല ആളുകൾക്കും മാനസിക പ്രശ്നങ്ങൾക്ക് കാരണം. നിങ്ങൾ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞാലും വീട്ടിലുള്ളവരുമായിട്ടൊന്നും സംസാരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് മാനസികമായിട്ടുള്ള ക്ഷേമം ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ സംസാരിക്കാനായിട്ടും പെരുമാറാനായിട്ടും നമ്മൾ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ചെറിയ പ്രായം മുതൽ തന്നെ ചില ആളുകൾ ഒറ്റപ്പെട്ട് കഴിയുന്ന അനുഭവങ്ങളുണ്ടാകും. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവർക്ക് ബന്ധങ്ങളുടെ വൈകാരികത മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ വൈകാരിക ക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ അവർക്കുണ്ടാകും. ഈ വൈകാരികത മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യന് മാത്രമല്ല, ചില മൃഗങ്ങൾക്കും വൈകാരിക പ്രകടനങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയായിരുന്നാലും നായായിരുന്നാലും ഒക്കെ അവ വൈകാരികമായിട്ടൊക്കെ നമ്മളുമായിട്ട് ഇടപെടും. അതേപോലെ മനുഷ്യനും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മാനസിക ക്ഷേമത്തിൽ വൈകാരിക ക്ഷേമം എന്നുള്ളത്. നമ്മുടെ ഇമോഷണൽ ഗുഡ്നെസ്, നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ നന്മ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ മറ്റൊന്നാണ് നാവിഗേറ്റിംഗ് തെറാപ്പി എന്ന് പറയുന്നത്. അതേപോലെ പ്രതിസന്ധി ഘട്ടങ്ങൾ പിന്തുണ നമുക്ക് അത്യാവശ്യമാണ്. ഇന്ന് നമുക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങളുമായി ചെറുപ്പക്കാരെ കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നത് ADHDയുടെ പ്രോബ്ലംസ്, ബൈപോളാർ ഡിസോർഡർ, അതുപോലെ ഭക്ഷണക്രമക്കേടുകൾ, OCD, അഡിക്ഷൻസ്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാട് നാച്ചുറൽ കാര്യങ്ങളുണ്ട്. നാച്ചുറലായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കണം. എല്ലാം പരിഹരിക്കപ്പെടുകയല്ല, ചില കാര്യങ്ങൾ നമുക്ക് സ്വയമേ ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും മാറ്റിയെടുക്കാൻ കഴിയും. ഏറ്റവും നല്ലത് ഈ സൂര്യപ്രകാശം ഏൽക്കുന്നത് ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. രാവിലത്തെ ഇളം വെയിൽ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ 4 മണി വെയിൽ, ആ 4 മണി വെയിലൊക്കെ കൊള്ളുന്നത് ശരീരത്തിന് നല്ലതാണ്. നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കാനായിട്ട് സാധിക്കും.
അതോടൊപ്പം തന്നെ വ്യായാമം അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇന്ന് പല ആളുകൾക്കും വ്യായാമം ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നടപ്പ് 40 മിനിറ്റ് 4 കിലോമീറ്റർ നടക്കാമെങ്കിൽ നിങ്ങളുടെ പല രോഗങ്ങളും ഇല്ലാതാകും എന്ന് ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് നടപ്പ് വളരെ പ്രധാനപ്പെട്ടാണ്. ഒന്നുകിൽ അതിരാവിലെ അല്ല 4:30-5 മണിയാകുമ്പോൾ വൈകിട്ട് നിങ്ങൾ നടക്കാമെങ്കിൽ ഒരു 40 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകും. അത് നമ്മുടെ പല രോഗങ്ങളും ഇല്ലാതെയാക്കും. അതോടൊപ്പം മറ്റൊന്നാണ് ചിരി. പല ആളുകളും ചിരിക്കാൻ ലുബ്ധതയുള്ള ആളുകളാണ്. ചിരിക്കുന്ന എന്തോ കുഴപ്പമാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. നല്ല ചിരി അത് നല്ലതാണ്. നമ്മുടെ മനസ്സിനെ തന്നെ അത് ഒരുപാട് പരിപോഷിപ്പിക്കും. നല്ല ക്ഷേമമുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടാക്കാൻ ഇടയായിത്തീരും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ ഭക്ഷണക്രമങ്ങൾ. ചില ആളുകൾ തിന്നാനായിട്ട് ജീവിക്കുന്നു, ചില ആളുകൾ ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നു. ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എല്ലാം തിന്നാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. എന്നാൽ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കണം. അതേപോലെ തന്നെ നല്ല സാമ്പത്തിക അവസ്ഥകളൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ സാമ്പത്തിക അവസ്ഥകൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത് നമ്മൾ ജീവിക്കുന്നത്. സാമ്പത്തിക ഭദ്രത നമ്മൾ നിലനിർത്തുമ്പോൾ തന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ അത് പങ്കുവെക്കാൻ തക്കവണ്ണം കൂടെ സാധിക്കുന്നത് വളരെ സന്തുഷ്ടകരമായ ഒരു മനസ്സിൻ്റെ ഉടമയാക്കി നമ്മളെ തീർക്കും എന്നതിന് യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം അത് വളരെ പ്രയോജനകരമായിട്ട് ചെലവഴിക്കണം. ചുമ്മാതെ വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോരാ. ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ അപ്പനോടും അമ്മയോടൊക്കെ വർത്തമാനം പറയുകയും ചിരിക്കുകയും കളിക്കുകയും തമാശകൾ പറയുകയും ഒക്കെ ചെയ്യുന്നത് അത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ വളർത്തും. അത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഉന്മേഷവും ഉണർവും വരുത്തും. അതേപോലെ തന്നെ ധ്യാനം, നമ്മൾ ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശരിയായിട്ട് മാറേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ ഈ വളർത്തുമൃഗങ്ങളെ താലോലിക്കുന്ന അവസ്ഥ അല്ല, നമുക്കറിയാം പൂച്ച പട്ടിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, അതുപോലെ കന്നുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അല്പസമയം ചെലവഴിക്കുന്നതൊക്കെ നമുക്കും മാനസികമായിട്ടൊരു നിർവൃതി ഉണ്ടാക്കാനായിട്ട് ഇടയായിത്തീരും. ഞാൻ ആരംഭത്തിലേ പറഞ്ഞു ഉറക്കത്തെക്കുറിച്ച്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉറക്കം നമ്മുടെ മാനസിക സംഘർഷങ്ങൾ ഒത്തിരി കുറയ്ക്കാനായിട്ട് കാരണമായിത്തീരും. നമ്മൾ ഒരുപാട് പ്രശ്നത്തോടുകൂടെ വന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞാൽ ഉണരുമ്പോൾ നമ്മുടെ ആ പ്രശ്നം ഇല്ലാതെ പോകുന്ന മഞ്ഞുരുകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ ചില മസാജുകൾ, വ്യായാമം, അതേപോലെ ഈ പാചകം, കുടുംബത്തിൽ ഒരുമിച്ച് പാചകം ചെയ്യുന്ന അവസ്ഥ അത് നല്ലൊരു കാര്യമാണ്. സംഗീതം കേൾക്കൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന കേട്ടു, സംഗീതം ഒരു കാരണവശാലും നല്ലതല്ല, സംഗീതം മനുഷ്യനെ നശിപ്പിക്കുകയുള്ളൂ. ഇല്ല ബാലുശ്ശേരി സഹോദര, സംഗീതം ഏറ്റവും പ്രയോജനമാണ്. അത് നിങ്ങളുടെ മതം കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. നിങ്ങളുടെ മതം സംഗീതത്തെ വെറുക്കുന്നതിന് കാരണം നിങ്ങളുടെ മാനസിക വളർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനെ കുറിച്ച് സന്തോഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിന് ഏറ്റവും കുളിർമ നൽകുന്ന സംഗീതമാണ്. സംഗീതം കേൾക്കണം, ആസ്വദിക്കണം. അത് നമുക്ക് പാടാൻ കഴിയുമെങ്കിൽ പാടണം, അല്ലെങ്കിൽ പാടാൻ കഴിയാത്തവർക്കും സംഗീതം മൂളി ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സംഗീതം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ലളിതമായ ചില പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുന്നതല്ലായിരിക്കും. സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഈ ആശുപത്രികളിലൊക്കെ ഒന്ന് വല്ലപ്പോഴും രോഗികളായിട്ട് കഴിയുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ അവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ടാവും. കൂട്ടു നിൽക്കാനില്ലാത്ത ആളുകൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ അവരോടൊപ്പം ഒന്ന് ഇരിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊന്ന് ചെയ്തു കൊടുക്കുകയും അവരെ ഒന്ന് നടത്തിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ബാത്റൂമിൽ കൊണ്ടുപോവുകയും, അല്ലെങ്കിൽ അവർക്കൊരു ചായ വാങ്ങിക്കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. അതിനേക്കാളും വലിയ സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളും ഇൻവോൾവ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. നമ്മൾ ഈ വീടിനകത്ത് ഇങ്ങനെ അടച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരിക്കലും സന്തുഷ്ടകരമാകുകയില്ല. എപ്പോഴും ടി വി കണ്ട് എപ്പോഴും ഈ മൊബൈലും നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു സുഖവും കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ സുഖമായും ഇരിക്കണമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവ് സുഖമായും ഇരിക്കട്ടെ. ആ സുഖമായും ഇരിക്കുന്നതിൻ്റെ കാരണങ്ങളാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ സുഖകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഹോർമോണുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതിന് സഹായമായിട്ടുള്ള കാര്യങ്ങളാണ് പലതും ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. മാത്രമല്ല ശരീരത്തിൽ ഉടനീളമുള്ള വ്യത്യസ്ത ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ചില ഹോർമോണുകൾ. അപ്പോൾ ആ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ കൃത്യമായി
നമ്മുടെ രക്തപ്രവാഹത്തിലൂടെ സഞ്ചരിക്കുകയും സന്ദേശവാഹകരായി പ്രവർത്തിക്കുകയും നിരവധി ശാരീരിക പ്രക്രിയകളിൽ പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ ഇവ കൃത്യമായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ മാനസിക അവസ്ഥയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. ഇത് നമ്മുടെ മാനസിക അവസ്ഥയെ സന്തുലനപ്പെടുത്തുമ്പോഴാണ് എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിക്കാനും സ്നേഹിക്കാനും കരുതുവാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. ചില ഹോർമോണുകൾ സന്തോഷവും ആനന്ദവും ഉൾപ്പെടെയുള്ള പോസിറ്റീവ് വികാരങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രോത്സാഹിപ്പിക്കുന്നതുമാണ്, അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നതുമാണ്. അങ്ങനെയുള്ള സന്തോഷ ഹോർമോണുകളിൽ ചിലതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ പറയാറുള്ളതുമായ ഒന്നാണ് ഡോപ്പോമൈൻ എന്ന് പറയുന്നത്. ഡോപ്പോമൈൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ അത് നമ്മുടെ കെമിസ്ട്രി, നമ്മുടെ തലച്ചോറിലെ കെമിസ്ട്രിയെ ശരിയായ വിധത്തിൽ നിലനിർത്തുന്നതാണ്. അതിനെ പൊതുവെ വിളിക്കുന്നത് തന്നെ ഫീൽ ഗുഡ് ഹോർമോൺ എന്നാണ്. നല്ല ക്ഷേമമായി ഇരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഹോർമോണാണത്. അതേപോലെ തന്നെ ഈ ഡോപ്പോമൈൻ നമ്മുടെ തലച്ചോറിൻ്റെ റിവാർഡ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററും കൂടിയാണ്. അത് നമ്മുടെ തലച്ചോറിനകത്ത് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ പഠനം, അതേപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തി, അതേപോലെ ആനന്ദകരമായ സംവേദനങ്ങൾ എന്നിവയോടൊപ്പം ഇത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. സെറോട്ടോണിൻ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ, ഈ ഹോർമോണും ന്യൂറോ ട്രാൻസ്മിറ്ററും നമ്മളുടെ മാനസിക അവസ്ഥയെ നിയന്ത്രിക്കുന്നതിനും ഉറക്കം, വിശപ്പ്, ദഹനം, പഠനശേഷി, ഓർമ്മശക്തി എന്നിവയെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു എന്നുള്ളത് മറന്നുപോകരുത്. അതേപോലെ മറ്റൊന്നാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ആ ഓക്സിറ്റോസിനെ കുറിച്ചാണ് നമ്മൾ സ്നേഹ ഹോർമോൺ അല്ലെങ്കിൽ പ്രേമത്തിൻ്റെ ഹോർമോൺ എന്നൊക്കെ വിളിക്കുന്നത്. പ്രേമത്തിൻ്റെ ഹോർമോണാണ്, ലവ് ഹോർമോൺ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കുന്നത്. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ. വെറുപ്പും വിദ്വേഷവും ഒക്കെ ഊട്ടി വളർത്തുന്നതായ ഒരു മത അന്തരീക്ഷത്തിലൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മതാന്ധതയൊക്കെ മാറിയിട്ട് എല്ലാവരെയും പരസ്പരം സ്നേഹിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഈ ഓക്സിറ്റോസിൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുമ്പോൾ അതൊരു സന്തോഷമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ബന്ധങ്ങളിൽ വിശ്വാസം, സഹാനുഭൂതി, അടുപ്പം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും ഈ ഓക്സിറ്റോസിൻ വളരെ അത്യാവശ്യമാണ്. ശാരീരികമായിട്ട് വാത്സല്യ പ്രകടനത്തിനനുസരിച്ച് പല ലെവലുകളുണ്ട്. അപ്പോൾ ആ ലെവലുകൾ അനുസരിച്ച് ഇത് വളർത്തിയെടുക്കാനായിട്ട് കൂടി നമുക്ക് സാധിക്കും. ഈ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക വേദന സംഹാരികളും കൂടിയാണ് ഈ എൻഡോർഫിനുകൾ എന്ന് പറയുന്നത്. ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ ഡോസ് എന്ന് പറയും. DOSE, ഡോസ്. ഡോപ്പോമിൻ, അതേപോലെ ഓക്സിറ്റോസിൻ, അതേപോലെ സെറോട്ടോണിൻ, അതേപോലെ തന്നെ എൻഡോർഫിൻ. ഈ 4 ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നൽകി തരുമെന്നതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവച്ചത്. അപ്പോൾ ഈ എൻഡോർഫിൻ എന്ന് പറയുന്നതായിട്ടുള്ള ഈ ഹോർമോണ് നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക വേദന സംഹാരികളാണ്. നമുക്ക് ആ ശരീരത്തിൽ ഒരു വേദന ഉണ്ടാകുന്നു, ഒരു മുറിവുണ്ടാകുന്നു, അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്നാൽ സ്വാഭാവികമായിട്ട് ഈ എൻഡോർഫിൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ വേദന തനിയെ അങ്ങ് നിൽക്കുന്ന പ്രത്യേകമായിട്ട് ഉണ്ടാകും. അതിന്റെ കാരണം ഈ എൻഡോർഫിൻ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാകണമെങ്കിൽ അതേപോലെ തന്നെ സമ്മർദ്ദത്തിനോ അസ്വസ്ഥതയ്ക്കോ ഒക്കെ പ്രതികരണമായിട്ട് നമ്മുടെ ശാരീരികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണിത്. കൃത്യമായിട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞായിട്ടുള്ള ഉറക്കം, അതേപോലെ ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, അയൽവാസികളുമായിട്ടുള്ള നമ്മുടെ നല്ല അടുപ്പങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള സംസാരങ്ങൾ, നമ്മുടെ ചിരിക്കാനുള്ള കഴിവുകൾ, ഇതൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മുടെ സെറോട്ടോണിൻ അളവ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളെ സൂര്യപ്രകാശം ഏൽക്കണം. നട്ടുച്ച നേരത്തൊന്നും അല്ല കേട്ടോ, അല്ലാത്ത സമയത്ത് രാവിലെയോ വൈകിട്ടോ ഒക്കെ നമ്മൾ നടക്കാൻ പോകുമല്ലോ. അപ്പോൾ സൂര്യപ്രകാശത്തിലൂടെ നടക്കുകയും നമ്മുടെ ശരീരത്തിന് അത് ഏൽക്കുകയും വേണം. അപ്പോൾ നമുക്ക് സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് വികിരണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരികയും അങ്ങനെ നമുക്ക് സെറോട്ടോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാമെന്ന് ഈ അടുത്ത സമയത്തെ ഗവേഷണങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്.
അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ലോകമാണ്. ഈ ടെൻഷനൊക്കെ ഉള്ളപ്പോൾ ഓർത്തുകൊള്ളണം, വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യം നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വൈകാരിക ക്ഷേമത്തിനും ആരോഗ്യവുമായിട്ട് വളരെ നല്ല സ്വാധീനമുണ്ടെന്നുള്ളത് മറന്നുപോകരുത്. ഓട്ടക്കാരൻ്റെ ഓട്ടം അല്ലേ, ഓട്ടക്കാർ ഓടുന്ന ആ ഓട്ടമൊക്കെ ഉണ്ടല്ലോ, അത് അവർക്ക് അവരുടെ ശരീരത്തിലെ എൻഡോർഫിനൊക്കെ വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. അതുകൊണ്ടാണ് വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിൽ നിന്നൊക്കെ ഒത്തിരി മാറി നിൽക്കാൻ കഴിയുന്നത്. ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഉറക്കം വരാതിരിക്കുന്നതൊക്കെ അവർക്ക് ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൃത്യമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇത്തരം സന്തോഷകരമായിട്ടുള്ള ഹോർമോണുകളെ വർദ്ധിപ്പിക്കുന്നതിനുള്ള മികച്ച ചില ഘടകങ്ങളാണ് ഇതുവരെ നിങ്ങളോട് ഞാൻ പങ്കുവച്ചത്. അപ്പം നമ്മൾ തന്നെ ഇതിനകത്ത് പങ്കാളികളാകാതെ നമുക്ക് ഈ വ്യായാമമൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോൾ നമ്മുടെ അയൽവാസികളോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരോ അങ്ങനെയുള്ള ചില ആളുകളുമായി കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ, ഒരല്പം സംസാരത്തോടുകൂടെ ഒക്കെ നടക്കുകയാണെങ്കിൽ, നല്ല വിഷയങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് കൂടുതൽ ഉന്മേഷം വളർത്തും എന്നതിന് യാതൊരു സംശയമില്ല. ഇതെല്ലാം നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം തന്നിരിക്കുന്നതാണ്. നമ്മുടെ മാനസിക വളർച്ചയ്ക്ക് വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കണം, ഇത് നമ്മളാക്കി തീർക്കുന്ന ഒന്നാണ്. മദ്യം, മയക്കുമരുന്ന്, അതേപോലെ ഈ മൊബൈൽ അഡിക്ഷൻ, ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ വിമോചനം കിട്ടാനുള്ള മാർഗങ്ങളും കൂടിയാണ് ഇവ. അതുകൊണ്ട് നിങ്ങളിത് പരീക്ഷിക്കുക. ആരെങ്കിലും ഇതുവരെ ഇത് പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് മദ്യപാനികളായിട്ടുള്ള ആളുകൾ, നിങ്ങൾക്ക് അതിൽ നിന്നുള്ളൊരു മോചനം കിട്ടാൻ, മൊബൈൽ ഫോണിൻ്റെ ഒക്കെ അടിമകളായിട്ടുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നിങ്ങൾക്കൊരു മോചനം കിട്ടാൻ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് പ്രായോഗികമാക്കി നോക്കൂ. നിങ്ങളിൽ വരുന്ന മാറ്റം എത്ര വലുതായിരിക്കും. നന്ദി, നമസ്കാരം.